ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഈ 4 കൺസെപ്റ്റ് നിങ്ങളുടെ ലൈഫിനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ 7ാമത്തെ ദിവസം നമ്മൾ സമയത്തെക്കുറിച്ച് വീണ്ടും എടുത്തേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, സമയമാണ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, കാരണം മണിയല്ലേ അൾട്ടിമേറ്റ്, അല്ലെ മണി ഉണ്ടെങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നേരെ മറിച്ച് ചില ആൾക്കാർ പറയും ഹെൽത്ത് അല്ലേ നമുക്ക് ഏറ്റവും വേണ്ടുന്നതെന്നുള്ളത്. ഇതെല്ലാം വേണം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും സമയം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ എനർജി എവിടെയൊക്കെ ലീക്കായി പോകുന്നുള്ള കാര്യം നമ്മൾ ഇത്രയും ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പരിസരങ്ങളിലോ വ്യക്തികളിലോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം, ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 24 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾക്കും ഈ വീഡിയോ ചെയ്യുന്ന എനിക്കും ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഡിവൈഡ് ചെയ്ത് തന്നിട്ടുള്ളൊരു കാര്യമാണ് 24 അവേഴ്സ് എന്ന് പറയുന്നത്. ഈ 24 അവേഴ്സിനെ എങ്ങനെ നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മിനിറ്റിലോ ഒരു മണിക്കൂറിലോ നമ്മൾ ചെറിയ ചെറിയ കാര്യമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പല കാര്യങ്ങളും എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ ഒരു 6 മാസം ഒരു വർഷമൊക്കെ നോക്കുമ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് അല്ലെങ്കിൽ വലിയൊരു ലോസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ലൈഫിലെ ടൈം എന്ന് പറയുന്നൊരു കാര്യത്തിന് നമ്മളെപ്പോഴും വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങൾ ടൈമിന് വാല്യൂ കൊടുത്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ വാല്യൂ കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറയാനായിട്ട് വന്ന ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. എൻ്റെ പേര് സജിം സുലൈമാൻ. അപ്പോൾ ഇതുപോലുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വീഡിയോയുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രണ്ടാമത് പറയാനായിട്ട് പോകുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 1% റൂളാണ്. ഈ 1% റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ എനർജി ഫുള്ളും അതിലേക്ക് ഫോക്കസ് ചെയ്യും, നമ്മൾ അതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ റിസൾട്ടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് ഡ്രോപ്പ് ചെയ്ത് പോകാറാണ് പതിവ്. അപ്പോൾ ഈ 1% റൂൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ളൊരു റുട്ടീനിൻ്റെ 1% മാത്രം നിങ്ങൾ ആ ഒരു പുതിയ കാര്യത്തിന് വേണ്ടി ആദ്യം ചിലവഴിക്കുക. അപ്പോൾ ഈ 1% ചിലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം നിങ്ങളെ ബേൺ ഔട്ട് ആവാതിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൽ ചെറിയ ചെറിയ പ്രോഗ്രസ്സുകൾ നിങ്ങൾക്ക് കണ്ടുവരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ചെറുതായിട്ട് കിട്ടുന്ന പ്രോഗ്രസ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും, നിങ്ങളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ഒരു 100 കാര്യം ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡോപ്പമൈൻ കിക്ക് കിട്ടും, അല്ലെങ്കിൽ ഡോപ്പമൈൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. ഇതൊരു മോട്ടിവേഷനായിട്ട് നിങ്ങൾക്ക് മാറുകയും നിങ്ങൾക്ക് അടുത്ത രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം ചെയ്തായിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ 100 എന്നുള്ളൊരു ഡെസ്റ്റിനേഷൻ എത്തുന്നത് തന്നെ നിങ്ങൾ അറിയാതെ നിങ്ങൾ ആ ഒരു പ്രോസസ്സിലൂടെ കടന്ന് ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് തുടങ്ങും. നേരെ മറിച്ച് നിങ്ങൾ പെട്ടെന്ന് തന്നെ 2 സ്റ്റെപ്പായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ആദ്യം 50ാമത്തെ സ്റ്റെപ്പിലെത്തണം, അതിനുശേഷം 100ാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എത്തുമെന്ന് പറഞ്ഞിട്ടൊരു ഗോളാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50ാമത്തെ സ്റ്റെപ്പിൽ എത്താൻ പറ്റാത്ത റിഗ്രറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഗോൾ മൊത്തത്തിൽ ചെയ്യാതെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 1% റൂൾ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഒരു ദിവസത്തെ രാവിലത്തെയും വൈകുന്നേരത്തെയും റുട്ടീൻസ് നിങ്ങൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഫിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പലർക്കും രാവിലെ സമയം കിട്ടാറില്ല. അപ്പോൾ ഇതിന് ഉദാഹരണം, നമ്മൾ വൈകുന്നേരം ഒരുപാട് നേരം ഫോണിലും അല്ലെങ്കിൽ ടി വിയിലും ഒക്കെ സ്പെൻഡ് ചെയ്ത് സമയം കളഞ്ഞിട്ടാണ് നമ്മൾ കിടന്നുറങ്ങാനായിട്ട് ഒരുപാട് ലേറ്റാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സമയം ലേറ്റായിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന അലാറം സ്കിപ്പ് ചെയ്ത് സ്നൂസ് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും കിടന്നുറങ്ങാറാണ് പതിവ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തലേ ദിവസത്തെ വൈകുന്നേരത്തിനെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ കാം ഡൗൺ ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ എങ്ങനെ കഴിഞ്ഞ ദിവസം നിങ്ങൾ ക്ലോസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് നിങ്ങളുടെ അടുത്ത ദിവസം ഓപ്പണായി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു ദിവസത്തെ രാവിലത്തെയും വൈകുന്നേരത്തെയും റുട്ടീൻസ് നിങ്ങൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. 4ാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഒന്നിലും എക്സ്പെക്റ്റേഷൻസ് വയ്ക്കാതിരിക്കുക, അല്ലെങ്കിൽ പ്രതീക്ഷ ഒരുപാട് കാര്യങ്ങളിലേക്ക് കൊടുക്കാതിരിക്കുക. കാരണം എല്ലാം ശരിയാവും, 100% ശരിയാവും, ഇങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകൾ പലരെയും റിഗ്രറ്റ് ചെയ്ത് അല്ലെങ്കിൽ വിഷമത്തിലേക്ക്, സാഡ്നെസ്സിലേക്ക് കൊണ്ടുപോകാറാണ് പതിവ്. അപ്പോൾ നിങ്ങളൊരു പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക, ലൈഫിൽ ഒരു പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ 100% പോസിറ്റീവായിട്ടിരിക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാളിന് പെട്ടെന്നൊരു നെഗറ്റീവ് വരുമ്പോൾ അത് ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാറും. അപ്പോൾ ഒരു 80-20 പ്രിൻസിപ്പിൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു 80% ഒക്കെ ആയിട്ട് 20% അത് ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യമൊന്നും ഈ പറഞ്ഞ പോലെ 80-20 പ്രിൻസിപ്പിളൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ 20-80 ആയിരിക്കും. 20% പോസിറ്റീവും 80%
നെഗറ്റീവ് ആയിരിക്കും. അതിനെ പയ്യെ പയ്യെ ഒരു 50% എന്നുള്ള രീതിയിൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ട്യൂൺ ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾ ഈ 80-20%ലേക്ക് വരുന്നത്. അപ്പോൾ ചില ആൾക്കാർ 100% ഞാൻ പോസിറ്റീവ് ആണെന്ന് പറയുന്നത് അവരുടെ മൈൻഡിനെ ബാക്കി വരുന്നൊരു 20%-30% നെഗറ്റീവുകളെ അവർ നോക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് 100% പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് പറ്റും. അല്ലാതെ ഇതൊരു മാജിക്കായിട്ടുള്ള കാര്യമൊന്നുമല്ല. 100% പോസിറ്റീവായിട്ടിരിക്കണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഈ പറയുന്ന 80% പോസിറ്റീവായിട്ടിരുന്നിട്ട് ബാക്കി വരുന്ന 20% ലൈഫിൻ്റെ ഒരു പാർട്ടാണെന്ന് മനസ്സിലാക്കി ഒരു അവയർനെസ് നിങ്ങൾ കൊണ്ടുവന്ന് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടെ മീനിങ് ഫുള്ളായിട്ട് മാറും.